हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम्. 26 27 सुप्रसादः प्रसन्नात्मा विश्वदृक् विश्वविभू सत्कर्ता सत्कृतः साधुर्जह्नुर्नारायणो नरा असङ्ख्येयप्रमेयात्मा विशिष्टशिष्टकृशुचि सिद्धार्था सिद्धसङ्कल्पा സിദ്ധിസാധന. ഇന്നത്തെ നാമം 243. സാധു. സാധയതി ഇതി സാധു, അതാണ് അതിൻ്റെ ധാതു, അതിൻ്റെ റൂട്ട്. സാധയതി ഇതി സാധു വെച്ചാൽ ന്യായവൃത്തിയാൽ മാത്രം കാര്യങ്ങൾ സാധിക്കുന്നവെന്നർത്ഥം. ധാർമ്മിക പാന്താവിലൂടെ മാത്രം കാര്യങ്ങൾ നേടിയെടുക്കുന്നവൻ. മനസ്സിലായില്ലേ? ന്യായസ്ഥനായും സമദർശിയായും ജഗന്നിയന്താവു നയിച്ചിടുന്നു. He leads you through a path of righteousness, path of truth, path of justice. അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോയതൊക്കെ കിട്ടുള്ളൂ. അതാണ് സാധു. അങ്ങനത്തെവരാണ് സാധുക്കൾ. സാധു വെച്ചെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയണ സാധു എന്നുള്ള അർത്ഥമല്ല സംസ്കൃതത്തിൽ സാധു വെച്ചാൽ. എന്താ രണ്ട് വാക്കിൻ്റെ ഗാംഭീര്യം എന്ന് ആലോചിക്കണം. സാധു എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ? അപ്പോൾ പരമാത്മാവിൻ്റെ വിഭൂതികൾ അല്ലെങ്കിൽ ഗുണങ്ങൾ അല്ലെങ്കിൽ സ്വഭാവം, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? സ്വയം പരമാത്മാവായിട്ട് നിലകൊള്ളുമ്പോൾ അദ്ദേഹം നിർഗുണനാണ്, നിർവികാരനാണ്, ഒരനക്കൂല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ മനസ്സിലാവില്ല. നിർഗുണൻ, ഈസ് നിർഗുണൻ, സഗുണനല്ല, ഗുണമില്ലാത്തവനാണ്, ഗുണത്തോട് കൂടിയവനല്ല, ഒന്നുമില്ല, ഒരു വികാരമില്ല, നിർവികാരം. അപ്പോൾ ഭഗവാന്റെ ഗുണങ്ങൾ നമ്മൾ ആ രൂപത്തിൽ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു? നിർഗുണഭാവത്തിൽ ഭഗവാന്റെ ഗുണങ്ങൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു? മനസ്സിലാക്കാൻ പറ്റില്ല. എപ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത്? അദ്ദേഹത്തിൻ്റെ ശക്തി സാമർഥ്യങ്ങൾ പ്രകടമായി ജീവികൾക്ക് മനസ്സിലാകുന്നത് അദ്ദേഹത്തിൻ്റെ അവതാരങ്ങളിൽ നിന്നാണ്. അല്ലേ? ദശാവതാരം മാത്രമല്ല, അദ്ദേഹം ഒരുപാട് അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. 10 മെയിനിന് മാത്രം എത്രയോ അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. എന്നും അവതാരം എടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓരോരോ രൂപത്തിലും ഓരോരോ ചുറ്റുപാടായിട്ടും ഓരോരോ സന്ദർഭങ്ങളായിട്ടും ഭഗവാന്റെ അവതാരങ്ങൾ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ധർമ്മം നിലനിർത്താനായിട്ട്, അതായത് സ്ഥലത്ത് വേണ്ട സ്ഥലത്ത്. അപ്പം ആ വരുന്ന അവതാരങ്ങളിലൂടെ മാത്രമേ നമ്മളെപ്പോലെയുള്ള ഫൈനൈറ്റ് ലിമിറ്റഡ് പവർ ഓഫ് പെർസെപ്ഷൻ ഉള്ളവർക്ക് ഭഗവാന്റെ ഗുണഗണങ്ങൾ കാണാനോ ഇല്ലെങ്കിൽ അത് ആസ്വദിക്കാനോ ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാനോ പോലും പറ്റുന്നുള്ളൂ. ഈ അവതാരങ്ങളിൽ നിന്നാണ് നമ്മളിതൊക്കെ അറിയുന്നത്. അവതാരങ്ങളാണ് പുരാണങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. എല്ലാ പുരാണങ്ങളും ഭഗവാന്റെ അവതാരങ്ങളാണല്ലോ, അല്ലേ? അപ്പം ഏത് അവതാരം എടുത്താലും ഭഗവാൻ ആർദ്രസ്വരൂപനാണ്, കരുണാമയനാണ്, കൃപാലുവാണ്,
അപ്പോൾ അവതാര സന്ദർഭങ്ങളിൽ ലോകനീതി, വേദമാർഗം, ധർമ്മമാർഗം, ന്യായം, നീതി എന്നിവ എന്താ പറയുക, ഒരു കടുകിട പോലും തെറ്റാതെ പ്രവർത്തനങ്ങൾ ആയിക്കൊണ്ട് അദ്ദേഹം എല്ലാ കാര്യങ്ങളും നിർവഹിക്കുകയും ചെയ്യുന്നത്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പാരാമീറ്റേഴ്സ്. നീതി, ന്യായം, വേദോക്തം, ധർമ്മം, ഇതിനൊന്നും മാറ്റം വരില്ല. ആന്തരികമായിട്ട് നമുക്ക് തോന്നും അദ്ദേഹം തെറ്റ് ചെയ്യണ്ടോന്ന്. ചിലർക്ക് സംശയം ഉണ്ടാവാം. അവതാര പുരുഷന്മാരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പലവരും കുട്ടികളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കമൻറ്റ് പറയാൻ പറ്റാത്തത് നമ്മൾ ആ കുട്ടികളോട് ചേരും ചെയ്യും. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന കാര്യം അത്. പ്രത്യേകിച്ച് കൃഷ്ണാവതാരത്തിലെ കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് ഉത്തരം പറയാൻ പറ്റില്ല നമുക്ക്. അദ്ദേഹം ചെയ്തത് ശരിയാണോ തെറ്റാണോ, ധർമ്മമാണോ അധർമ്മമാണോ, പല സംശയങ്ങളും ഉണ്ടാവും നമുക്ക്, പ്രത്യേകിച്ച് കൃഷ്ണാവതാരത്തിൽ. കാരണം കൃഷ്ണാവതാരത്തിലാണല്ലോ അദ്ദേഹം ആടി അരങ്ങ് തകർത്തത്. രാമാവതാരത്തിലൊരു ക്വയറ്റ് ഒരു ഹെർമിറ്റേജ് ആയിരുന്നു മോസ്റ്റ് ഓഫ് ഹിസ് ലൈഫ്, അല്ലേ? അദ്ദേഹത്തിൻ്റെ ആ ഗുണം പ്രകടമാക്കാനായിട്ട് ജനങ്ങളിൽ അങ്ങനെ അങ്ങോട്ട് പ്രകടമാക്കാനായിട്ട് പറ്റിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആചരണം വഴി കാണിച്ചു കൊടുത്തേ ഉള്ളൂ. ഇതല്ല, വിഭൂതി വരുന്നവർക്കും പോണവർക്കൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് ഭഗവാന്റെ പോക്ക്. ശ്രീകൃഷ്ണൻ്റെ ഗുരുവായൂരപ്പൻ്റെ പോക്ക് അങ്ങനെയാണ്. ഞാൻ സുപ്രീം പവറാണ് എന്ന് എതിര് വരുന്നവനെ അങ്ങോട്ട് മനസ്സിലാക്കി കൊടുക്കും, അതുവരെ കളിക്കും. ശ്രീരാമൻ അങ്ങനെയല്ലല്ലോ. ശ്രീരാമൻ താൻ ഭഗവാനാണെന്ന് സ്വയം ഡിക്ലെയർ ചെയ്തിട്ടൊന്നുമില്ല, ആചരണത്തിലൂടെ കാട്ടിക്കൊടുത്തു. എത്ര പേര് അത് ശ്രദ്ധിക്കും? ഇതല്ല, ഇത് ഉറക്ക ഉച്ചത്തിൽ ഹൗസ് ടോപ്പിൽ നിന്നിട്ട് വിളിച്ചു പറയണം, ഐ ആം ദ ലോർഡ് സുപ്രീം എന്ന് പറയണം. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം ചെയ്ത പല കാര്യങ്ങളും നമുക്ക് സംശയങ്ങൾ ഉണ്ടാവാം പുരാണങ്ങളിൽ നിന്ന് വായിക്കുമ്പോൾ. അതിൻ്റെ കാരണം പുരാണ പരിചയം നമുക്ക് ശരിക്കും ഇല്ലാത്തതുകൊണ്ടാണ്, കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം വായിക്കും, ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ള കമൻട്രി വായിക്കും. അത് സംസ്കൃതത്തിലാണോ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ആ വ്യാപ്തി സംസ്കൃതത്തിൽ നിന്ന് കിട്ടണമെങ്കിൽ കുഞ്ഞുട്ടി തമ്പുരാൻ്റെ തർജ്ജമയ്ക്ക് തന്നെ അതൊക്കെ പറ്റൂ. പദ്യത്തിൽ തന്നെ എഴുതിയാലേ അതിൻ്റെ ഗുണം കിട്ടും. അത് ഗദ്യത്തിലാക്കി കഴിഞ്ഞാൽ കുറച്ച് ചോർന്നു പോകും. അപ്പോൾ മിക്കതും നമ്മൾ ഗദ്യത്തിലാണ് ഇതൊക്കെ പഠിക്കുന്നത്, പുരാണങ്ങൾ, ഇതിഹാസങ്ങളൊക്കെ. ചിലപ്പോൾ 2-3 മഹാഭാരതമുണ്ട്, വാൽമീകി രാമായണമുണ്ട്, വെള്ളത്തോളുണ്ട്, അങ്ങനെയുള്ള കഥകളൊക്കെ നമ്മൾ പഠിക്കണമെന്നല്ലാണ്ട് ഭാഗവതവും അങ്ങനെ പറയത്തക്ക ഒരു ട്രാൻസ്ലേഷനൊന്നും വൃത്തം വന്നിട്ടില്ല. ഒക്കെ നമ്മൾ സപ്താഹത്തിന് പറയുന്ന കഥകളാണ്. കഥകളുടെ രൂപത്തിൽ, ഗദ്യരൂപത്തിലാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ തന്നെ അവിടെ ഡൈല്യൂട്ടായി. കാരണം സംസ്കൃതത്തിൽ ചില വാക്കുകളൊക്കെ മലയാളത്തിൽ എത്ര പറഞ്ഞാലും തീരില്ല അർത്ഥം, വ്യാപ്തി. മഹർഷികൾ അത് വെച്ചിട്ടാണ് പുരാണം എഴുതിയിരിക്കുന്നത്. അപ്പോൾ പുരാണ പരിചയം ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ വരും. ഒരു സംഭവം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ മനസ്സിലായാലല്ലേ തെറ്റും ശരിയും വിധിക്കാൻ പറ്റൂ, അല്ലേ? ആരായാലും ശരി, ന്യായമായിട്ട് ആലോചിക്കുക. ഒരു പാർഷ്യൽ വ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് തെറ്റാണ്, അത് ശരിയാണെന്ന് ടോട്ടാലിറ്റിയെ പറയാൻ പറ്റുമോ? ഒരു ചിത്രത്തിൻ്റെ ഒരു ഭാഗം കണ്ടിട്ട് നമ്മൾ ചിത്രം മോശാട്ടോ എന്ന് പറയാൻ പറ്റുമോ? അതിൻ്റെ ഒരു ടോട്ടൽ വ്യൂ എടുക്കുമോ? ഒന്ന് ദൂരത്തൊന്ന് മാറി നിന്നിട്ട് അതിൻ്റെ ഫുൾ വ്യൂ എടുക്കുക, അടുത്ത് ചേരി ചെന്ന് നോക്കാതെ. കുറച്ച് ദൂരത്ത് നിന്നിട്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് അത് നോക്കൂ, എന്താണ് ആ ചിത്രം എന്നുള്ളത്, എന്താണ് ആ മഹർഷി കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മളോട്. അത് വളരെ ബുദ്ധിമുട്ടാണ്. എന്നോട് ചോദിച്ചാൽ വേദങ്ങൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടാണ് പുരാണങ്ങൾ. വേദങ്ങൾ അന്നത്തെ ആളുകൾക്ക് പഠിക്കാനുള്ള ബുദ്ധിമുട്ടിനേക്കാൾ കൂടുതലാണ് ഇന്നത്തെ ആളുകൾക്ക് പുരാണങ്ങൾ പഠിക്കുന്നത്. അന്നെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സംസ്കൃതം അറിയാമായിരുന്നു. ചെറിയൊരു ഗുരുനാഥൻ ഈ കാര്യങ്ങൾ ഇതായിട്ട് പോവും, അതിൻ്റെ ഉച്ചാരണ ശുദ്ധിയൊക്കെ നോക്കി പഠിച്ചാൽ മതി. കാരണം അത് പഠിക്കാനുള്ള ബാക്ക്ഗ്രൗണ്ട് അന്ന് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു. ഇന്ന് എവിടെ നമുക്ക് പുരാണ പരിചയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ അർത്ഥം ശരിക്കും പറഞ്ഞു തരാനുള്ള വ്യക്തികൾ എവിടെയുണ്ട്? ഈ പറഞ്ഞു തരുന്ന വ്യക്തികൾ തന്നെ
മുറിക്കുപ്പായക്കാരാ, അവർക്ക് എങ്ങനെ പറഞ്ഞു തരാൻ പറ്റും? അപ്പോൾ അതിൻ്റെ വ്യാപ്തിയൊക്കെ എവിടെ കിട്ടും നമുക്ക്? അങ്ങനെ വ്യാപ്തി ഇല്ലാതെ അർത്ഥം ഗ്രഹിച്ചിട്ട് എന്തെങ്കിലും പൊട്ടത്തരം വിളിച്ചു പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ കുഞ്ചിഞ്ച് കൊട്ടി യെസ് യെസ് എന്ന് പറഞ്ഞ് നടക്കാൻ ആൾക്കാരുണ്ട്. അതായത് നമ്മുടെ വലിയൊരു ദുർഗതി എന്നതല്ലേ. അതുകൊണ്ടല്ലേ ഈ പാശ്ചാത്യരൊക്കെ നമ്മുടെ പുരാണങ്ങളെ കളിയാക്കണത്, ഉത്തരം പറയില്ലാത്തത്. ആ ഗഹനത്തോടു കൂടി നമ്മൾ പഠിക്കുന്നില്ല. അവിടെ ഇവിടെയൊക്കെ കണ്ടു സായിപ്പ് കഥകളി കണ്ട പോലെ. സായിപ്പ് വേഷേ കാണുള്ളൂ, സായിപ്പിന് അതിൻ്റെ കഥ അറിയില്ല. അപ്പോൾ കഥകളിയുടെ അഭിപ്രായം സായിപ്പ് എങ്ങനെയാണ് പറയാം? നല്ലതെന്നും പറയാൻ വയ്യ, ചീത്തതെന്നും പറയാൻ വയ്യ. ബിക്കോസ് ഈസ് ഓൺലി സീയിങ് ദി ഫോം, ഈസ് നോട്ട് സീയിങ് ദ സ്റ്റോറി. ഹി ഡസൻറ്റ് അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റോറി. കഥ അറിയാണ്ട് വേഷം കണ്ട മട്ട നമ്മളൊക്കെ. ഇതിനൊക്കെയും പുറമെ പുരാണങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ലിറ്ററേച്ചറാണ്, പ്രത്യേക സാഹിത്യമാണത്. അതൊരു നോവൽ വായിക്കണ പോലെ ആസ്വദിക്കാനുള്ളതല്ല. അത് ഒരു ബൈംഗ്ലി നോവൽ അല്ലെങ്കിൽ സിനിമ സീരിയൽ കാണുന്ന പോലെ ആസ്വദിക്കാനുള്ളതല്ല. അത് ദോ പല പുരാണങ്ങളും സീരിയലിൽ വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ സീരിയലിൽ കാണുന്ന ലാഘവത്തോടു കൂടി നമുക്ക് പുരാണത്തിലെ ആന്തരിക തത്വങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റില്ല. അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതിന്. ഒന്നാമത് ഈ പുരാണങ്ങൾ എന്ന് പറയുന്നത് ഒരു പരമാർത്ഥ തത്വം, ഉപനിഷത്തുകളിലും വേദങ്ങളിലും പറഞ്ഞിരിക്കുന്ന പരമാർത്ഥ തത്വം, ആ തത്വം സാക്ഷാത്കരിക്കാനായിട്ട് നമ്മൾ ആചരിക്കുന്ന ആചരണങ്ങൾ, പെരുമാറ്റച്ചട്ടം, ഇതൊക്കെ സാധാരണ ആം ആദ്മിക്ക് പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളും അർത്ഥങ്ങളും സംസ്കൃത കസരത്തുകളൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് വ്യാസൻ സാധാരണ ഭാഷയിലാണ് 18 പുരാണങ്ങൾ എഴുതിയതിൻ്റെയൊക്കെ തത്വം വെച്ചിട്ട്, ലളിതമായ ഭാഷയിൽ. അന്നത്തെ ആൾക്കാർക്ക് ലളിതമായ ഭാഷയിൽ, ഇന്നത്തെ ആൾക്കാർക്ക് ലളിതമല്ല. അത് വേറെ കാര്യം. അത് നമ്മുടെ സ്റ്റാൻഡേർഡ് കുറഞ്ഞ കാരണം പറ്റിയത. അപ്പോൾ ആ പുരാണങ്ങൾ ഒരു പരമാർത്ഥ തത്വത്തെ അല്ലെങ്കിൽ കുറച്ച് പരമാർത്ഥ തത്വങ്ങളെ പൊതുജനങ്ങൾ അവതരിപ്പിക്കാൻ അവർക്ക് മനസ്സിലാവത്തക്ക രീതിയിലെ കഥാരൂപത്തിൽ. കാരണം കഥ എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യനുമില്ല. മുത്തശ്ശി കഥകൾ ഇഷ്ടപ്പെടാത്തവരാരുമില്ല, ഇല്ലേ? കുട്ടികളൊക്കെ ആകുമ്പോൾ എന്ത് ഇഷ്ട കഥ അല്ലേ? മുത്തശ്ശി ഒരു കഥ പറഞ്ഞുതരൂ, ഒരു കഥ പറഞ്ഞുതരൂ, ആനയുടെ കഥ പറഞ്ഞുതരൂ, കുതിരയുടെ കഥ പറഞ്ഞുതരൂ, ആ കുറുക്കൻ്റെ കഥ പറഞ്ഞില്ലേ മുത്തശ്ശി, ഒന്നുകൂടിയും പറയൂ. കഥ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അവരുടെ മനസ്സിനെ പിടിച്ച് കെട്ടാനും അതിൻ്റെ ആന്തരിക അർത്ഥം മനസ്സിലാക്കാനും പുരാണ രൂപത്തിലൂടെ ഓരോരോ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച്, ഷേക്സ്പിയർ ഡ്രാമയൊക്കെ എന്താ ഇന്നിപ്പം നമ്മൾ എന്താ പറയുക, എറ്റേണൽ ക്യാരക്ടറായിട്ട് കണക്കാക്കുന്നില്ലേ? ജൂലിയസ് സീസർ, മാർക്ക് ആൻ്റണി, ഇല്ലേ? നമ്മുടെ ഇതിൽ പറഞ്ഞാൽ മർച്ചൻ്റ് ഓഫ് വെനീസിലെ പോഷ്യ, ഡെസ്ഡെമോണ, അയാഗോ, ഹാംലെറ്റ്, ഇതൊക്കെ നമ്മളിന്ന് അവരെയൊക്കെ സ്ഥാനം നിന്ന് എന്താ? അപ്പോൾ നമ്മൾ എന്താ പറയുക? അതൊക്കെ ഷേക്സ്പിയറുടെ ഒരു ഇമാജിനേഷനാണ്. ഹാംലെറ്റ് ഈസ് സ്റ്റിൽ ലിവിങ്. ഹാംലെറ്റ് ഈസ് സ്റ്റിൽ ലിവിങ്. ഇറ്റ്സ് എ ലിവിങ് ക്യാരക്ടർ. ഡെസ്ഡെമോണ പോലുള്ള കുറേ ആൾക്കാരുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ആ ഡ്രാമ എഴുതിയത് ഡെസ്ഡെമോണ എന്നുള്ളൊരു നാമരൂപ കൽപ്പന ചെയ്തിട്ടുള്ളൊരു ഒരു ഒരു സ്ത്രീയെ അവതരിപ്പിച്ചത് എന്തുകൊണ്ടാണ്? കാലക്രമേണ അങ്ങനത്തെ ആൾക്കാരുണ്ടാവും, അല്ലേ? അതന്നെ പറയും. അത് ആസ്വദിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടില്ല. അത് കാരണം സായിപ്പ് എഴുതിയതല്ല, അയ്യോ അത് തെറ്റില്ല. ഇത് വെറും താടിക്കാരൻ എഴുതിയത്, ഇവർക്ക് എന്തറിയാം? ദയവീത് അങ്ങനെ നോക്കരുത്, ദയവ് ചെയ്ത് അങ്ങനെ നോക്കരുത്. അതിന് കൊടുക്കേണ്ട സ്ഥാനം അതിന് കൊടുക്കണം. അർഹിക്കാത്ത സ്ഥാനം കൊടുക്കണമെന്ന് ഞാൻ പറയില്ല. അർഹതപ്പെട്ട സ്ഥാനങ്ങൾ നമ്മളുടെ പുരാണങ്ങളിൽ നമ്മൾ കൊടുക്കണം. ആ പുരാണങ്ങളെ നമ്മൾ വേണ്ട വിധത്തിൽ നമ്മൾ പഠിക്കണം. അപ്പം അത് ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു കലയാണ്. ദേ റെപ്രസെൻറ്റ് ദ ട്രൂത്ത്. ദി കണ്ടൻസ് ഓഫ് പുരാണസ് റെപ്രസെൻറ്റ് ദ ട്രൂത്ത് ഓർ സർട്ടൺ എന്താ പറയുക മോറൽസ് കൗച്ച്ഡ് ഇൻ എ വെരി വെരി മിസ്റ്റിക് സ്റ്റൈൽ. ഒരു പ്രത്യേക ശൈലിയാണ് പുരാണങ്ങളുടെ. ഈ കാർട്ടൂണൊക്കെ വരയ്ക്കണ പോലെയാണ് ഇന്ന്. ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള കാർട്ടൂണൊക്കെ വരയ്ക്കില്ലേ നമ്മൾ? പൊളിറ്റിക്കൽ സെറ്റയർ. അതെന്താ കാരണം? ആ സെറ്റയർ ആൾക്കാർക്ക് കാർട്ടൂണിൽ കണ്ട ടപ്പ് പിടികിട്ടും, മനസ്സിലാവും. പക്ഷെ അതിന്
പേഴ്സണലായിട്ട് എടുക്കരുത്, അതിനെ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യരുത്, അതിനെ ഇറ്റ് ഷുഡ് ബി ടേക്കൺ ഇൻ ദി റൈറ്റ് സ്പിരിറ്റ്. അതേപോലെ പുരാണങ്ങൾ വേണം. കാരണം ഇത് പ്രത്യേക ശൈലിയാണത്. ചെറിയൊരു ഉദാഹരണം എടുക്കാം നമുക്ക്. കൃഷ്ണൻ ഗോപികമാരുടെ ഗ്രഹങ്ങളിൽ ചെന്നിട്ട് വെണ്ണ കെട്ടു. ഇതൊരു വലിയൊരു അപരാധമാണ്. ജുവനൈൽ ജയിലിലേക്ക് അയക്കണം. ഈ ഷുഡ് ബി സെൻറ്റൻസ് പ്രോപ്പർലി. അപ്രോപ്രിയേറ്റ് സെൻറ്റൻസ് പണിഷ്മെൻറ്റ് ഷുഡ് ബി ഗിവൺ. ചെറുപ്പത്തിലേ കെട്ടു തുടങ്ങിയാൽ ചൊട്ടയിലെ ശീലം ചൊടല വരെ ഹി വിൽ ബിക്കം എ ഇൻ്റർനാഷണൽ ടയറൻറ്റ്. അതുകൊണ്ട് അതൊന്നും അനുവദിച്ചുകൂടാ. എന്താ ഇയാൾ ചെയ്തേ? വെണ്ണ കെട്ടു തന്നു. ശരിയാണ്. അത് ശരിയാണോ? ശരിയാണ്. അത് ചോദിച്ചത് ശരിയാണ്. കഥയിൽ വെണ്ണ കെട്ടിട്ടുണ്ട്. കഥയിലാണ് വെണ്ണ കെട്ടത്. പക്ഷേ എന്താണ് അതിൻ്റെ പിന്നിലെ ആശയം? എന്താശയം കൊണ്ടുവരാനാണ് വ്യാസൻ അത് എഴുതിയത്, അങ്ങനെ ഒരു കഥാരൂപത്തിൽ എഴുതിയത്? ഗോസ്ത്രീകൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ സൊസൈറ്റി ഡയറി ഫാം, ഗോകുലം അല്ലേ? ഒരു ഡയറി ആക്ടിവിറ്റി അവിടെ നടക്കുന്നത്. മിൽക്ക് റിലേറ്റഡ് ആക്ടിവിറ്റീസ്. പശുക്കളെ മേയ്ക്കുന്നത് മുതൽ അങ്ങേ അറ്റം പശുക്കളെ മേയ്ക്കുക. കാലത്ത് അവരുടെ പണി എന്താ? ഗോപിമാരുടെ കാലത്ത് എണീക്കുക, ഭഗവാനെ വന്ദിക്കുക, നിത്യകർമ്മങ്ങളൊക്കെ കഴിക്കുക, നേരെ തൊഴുത്തിലേക്ക് പോവുക, പശുവിനെ കുളിപ്പിക്കുക, പശുവിനെ പാല് കറന്ന് കൊണ്ടുവരിക, അടുക്കളയിൽ വിറക് കത്തിക്കുന്നതിന് മുമ്പേ എന്താ പറയുക, ഒരു ചെറിയൊരു ഗണപതി ഹോമത്തിൻ്റെ സങ്കല്പം അടുപ്പിൽ ഉഴിഞ്ഞിടുക, ഒരു കഷ്ണം നാളികേരം കൊത്തിയിടുക അടുപ്പിൽ. അത് ഗണപതി ഹോമമാണ്, സങ്കല്പം. അത് കഴിഞ്ഞിട്ട് പാലടുപ്പത്ത് കയറ്റി വയ്ക്കണു, പാല് ഊർക്കണു, പാല് കാച്ചണു, ചാടാവിട്ടിരുന്ന് പാല് കാച്ചണു, വെണ്ണ എടുക്കണു, തൈരുണ്ടാക്കണു, പാലുണ്ടാക്കണു. അപ്പോൾ ഈ വെണ്ണ എന്ന് പറയുന്നത് ഈ ഡയറി പ്രോസസ്സിലെ ഓൾമോസ്റ്റ് എൻഡ് പ്രോഡക്റ്റാണ്. വൺ ഓഫ് ദി മേജർ എൻഡ് പ്രോഡക്ട്സ്. അതാണ് അവരുടെ ഫൈനൽ പ്രൊഡക്റ്റ്. ഈ ചെയ്യുന്നതൊക്കെ ഗോപികുമാരാരാ? ഞാൻ കാലത്ത് നീട്ടു, ഞാൻ പശുവിനെ കുളിപ്പിച്ചു, ഞാൻ എന്നിട്ട് പയ്യനെ കറന്നു, പാല് കൊണ്ടുവന്നു, പാല് ഞാൻ കാച്ചി, അത് പുറവച്ചു, തൈരാക്കി, മോരാക്കി, വെണ്ണ എടുത്തു. ആ വെണ്ണയാണ് ഞാൻ കൊണ്ടുപോകുന്നത് എങ്ങോട്ട്? കമ്പോളത്തിലേക്ക് വിൽക്കാൻ, തലയിൽ വെച്ചിട്ട്. അപ്പോൾ എന്താ ഈ തലയിൽ വെച്ച് ഗോപി കൊണ്ടുപോകണത്? ആ കുട്ടി ആ ദിവസം ചെയ്തിട്ടുള്ള എല്ലാ അഹങ്കാരമാണത് തലയിൽ. ദ സം ടോട്ടൽ ഓഫ് ഓൾ ഹെർ ഈഗോ. കർത്തൃത്വഭാവം കൊണ്ട് ചെയ്തിട്ടുള്ള എല്ലാ അഹങ്കാരവും തലയിൽ വെച്ചിട്ട് കൊണ്ടുപോവുകയാണ്. ഭഗവാൻ അതിൽ നിന്നാണ് കുറച്ച് ചോദിച്ചത്. ആ കുട്ടി ചോദിച്ചാൽ കുറച്ച് കൊടുക്കല്ലേ വേണ്ടോ? ആ കുട്ടി നല്ലതിനാ ചോദിച്ചത്. തലയിൽ വെച്ച് കൊണ്ടുപോകണ്ട കുട്ടിയെ, ഇങ്ങോട്ട് തന്നോളോ, മറ്റേ കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. തരില്ല. തരില്ലെങ്കിൽ വേണ്ട, കൊട്ടക്കോളോ. പിറ്റേ ദിവസം ഇവിടെ വന്ന് നോക്കുമ്പോൾ വീട്ടിൽ വെണ്ണ ഉണ്ടാവില്ല, അവൻ കട്ടുന്നുണ്ടോ? ഭഗവാന്റെ അവതാര ഉദ്ദേശം എന്താ? ഭക്തജനങ്ങളുടെ അഹങ്കാരം കളയുന്നല്ലേ. അത് മര്യാദയ്ക്ക് തന്നില്ലെങ്കിൽ അദ്ദേഹം തട്ടിപ്പിടിച്ചെടുക്കില്ലേ? അതുകൊണ്ടല്ലേ കള്ളൻ്റെ അവതാരമായിട്ട് ജനിക്കേണ്ടി വന്നത്. എത്ര ഉദാത്തമായിട്ടുള്ളൊരു ചിന്തയാണ് നോക്കൂ അത്. എന്തൊരു ഭംഗി, എന്താ പറയുക, വളരെ ഭംഗിപരമായിട്ടാണ് ആ ചിത്രം അവിടെ അവതരിപ്പിച്ചിരിക്കുന്ന വ്യാസൻ. ഭഗവാന്റെ ബാല്യലീല. വസ്ത്രങ്ങൾ കെട്ടു, ഇതന്നെ. ഈ വസ്ത്രവും എണ്ണയൊക്കെ അവരുടെ അഹങ്കാരത്തിൻ്റെ ഭാഗമാണ്. അവതാര തന്നെ അഹങ്കാരം. നിങ്ങളുടെ അഹങ്കാരം, പ്ലീസ് ത്രോ എ ഓൾ യുവർ ഈഗോ ടു മീ. അതുപോലെ അമ്മാനെ കൊല്ലാൻ പാടുണ്ടോ? കണ്ണൻ അമ്മാവനെ കൊന്നത് അബദ്ധമല്ലേ? തെറ്റല്ലേ? ദുര്യോധനൻ്റെ തുടക്കി ഇടിക്കാൻ പറഞ്ഞത് ശരിയാണോ? കർണനെ അർജുനോട് അസ്ത്രം ചെയ്യാൻ പറഞ്ഞത് ധർമ്മമാണോ? അതൊക്കെ ചോദിക്കില്ലേ? ഇതൊക്കെ പറയേണ്ടത് കഥയിലെ അന്തസത്ത നമ്മൾ മനസ്സിലാക്കാനായിട്ടാണ്. നമ്മളിപ്പോൾ ദുര്യോധനൻ്റെ നല്ല ഗുണങ്ങൾ പുകഴ്ത്തുന്നില്ലേ? കർണൻ്റെ ദാനശീലങ്ങൾ നല്ലോണം പുകഴ്ത്തുന്നില്ലേ നമ്മൾ? പക്ഷേ ആ കർണൻ ചെയ്തിട്ടുള്ള, പുരാണങ്ങളിൽ കർമ്മം ചെയ്തിട്ടുള്ള അധർമ്മത്തിന് കൂട്ടുനിന്നതിൻ്റെയൊക്കെ ലിസ്റ്റ് അങ്ങനെ എടുത്തിട്ടുണ്ടോ? എടുത്തു വച്ചിട്ടുണ്ടോ? ദുര്യോധനൻ ചെയ്തതിൻ്റെ ദുഷ്കർമ്മങ്ങളുടെ
എടുത്തു വച്ചിട്ടുണ്ടോ? ശകുനിയുടെ ഉപദേശം കേട്ടിട്ട് എടുത്തു വച്ചിട്ടുണ്ടോ എല്ലാവരും? ദുര്യോധനൻ്റെ തുടക്കടിച്ചത് കണ്ടു, മാഗ്നിഫൈ ചെയ്ത് കണ്ടു. കണ്ടോ? കർണൻ്റെ അവസാന നിമിഷം ആ തേരിൻ്റെ ചക്രത്തിൻ്റെ അടി കിടന്നിട്ട് തോളുകൊണ്ട് ഇങ്ങനെ പൊന്തിക്കണ്ട് കണ്ടു, അത് മാഗ്നിഫൈ ചെയ്തു. അങ്ങനെയാണോ നോക്കുക പുരാണം പഠിക്കുക? സ്റ്റഡി ഇറ്റ് ഇൻ ഇറ്റ് ടോട്ടാലിറ്റി. ഇവരെന്തെല്ലാം കർമ്മങ്ങൾ, ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ചെയ്ത ദുഷ്കർമ്മങ്ങളുടെയൊക്കെ ഫലം എപ്പോഴാണ് അവർക്ക് കിട്ടുക? നിങ്ങൾ ഞാനാണോ തീരുമാനിക്കേണ്ടത്? അത് ഭഗവാൻ തീരുമാനിക്കുക എപ്പോഴാണ് കൊടുക്കേണ്ടതെന്ന്. ഈ ചക്രത്തിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാനാണ് ഭഗവാൻ തീരുമാനിച്ചത്. അപ്പോൾ അതിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തു. ഗദായുദ്ധം ചെയ്യുമ്പോഴാണ് ദുര്യോധനം ചെയ്തിട്ടുള്ള എല്ലാ ദുഷ്കർമ്മങ്ങളുടെയും ഫലം ഉപ്പിലിട്ടത് മെച്ചുറായ പോലെ, പാകായ പോലെ എടുത്തത്. അവിടുന്ന് എടുത്തു. അദ്ദേഹമല്ലേ രാജ്യം ഭരിക്കണത്? ഐ മീൻ ഭഗവാനല്ലേ ലോകം ഭരിക്കുന്നത്? അതിൽ നമ്മൾ കൊണ്ട് കൈയെടുത്താൻ പാടുമോ? അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് വ്യൂ യു ഷുഡ് എക്സാമിൻ, അല്ലേ? ഭഗവാൻ എപ്പോഴും സാധ്യമായ കർമ്മങ്ങൾ ഏറ്റെടുത്ത് ന്യായമായ വഴിയിൽ കൂടെ ചെയ്യുന്നവനാണ് സാധു. അത്തരത്തിലുള്ള സാധുക്കളിൽ വെച്ച് ഉത്തമനാണ് ഭഗവാൻ. അപ്പം ഏതെങ്കിലും ഒരു കഥയുടെ ഒരു ഭാഗം എടുത്തിട്ട് അത് ഭഗവാൻ ചെയ്ത് ശരിയായില്ല, അതങ്ങനെയാണ് തമാശയ്ക്ക് പറയേ. ശ്രീരാമൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. അത്രേ ആകപ്പാടെ ചെയ്തൊരു തെറ്റാണ്. ബാല്യെ പുള്ളി ഇന്ന് അമ്പ ചെയ്ത് കൊന്നു, അത് മാത്രമേ ഭഗവാൻ ചെയ്തിട്ടുള്ളൊരു തെറ്റ്. നേരെ മറിച്ച് കൃഷ്ണനോ ആകപ്പാടെ ജീവിതത്തിൽ ഒരു നേരെ പറഞ്ഞിട്ടുള്ളൂ, ഒരു 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 സത്യം പറഞ്ഞിട്ടുള്ളൂ. എന്ത്? ഞാൻ സൈവന്തകം കട്ടിട്ടില്ല എന്ന്. മറ്റൊക്കെ നുണയെ പറഞ്ഞതെന്നാണ്, അല്ലേ? തമാശയ്ക്ക് പറയും. അപ്പോൾ ഭഗവാന്റെ രീതി അങ്ങനെയാണ്. കൃഷ്ണാവതാരത്തിലെ ഭഗവാനല്ല രാമാവതാരത്തിലെ ഭഗവാൻ. ടോട്ടൽ പർപ്പസ് ഇസ് ഡിഫറെൻറ്റ്, സിറ്റുവേഷൻ ഇസ് ഡിഫറെൻറ്റ്, ഹിസ്റ്ററി ഇസ് ഡിഫറെൻറ്റ്, ജോഗ്രഫി ഇസ് ഡിഫറെൻറ്റ്, എല്ലാം ഡിഫറെൻ്റ്. ആൾക്കാർ ഡിഫറെൻ്റ് ആണ്, ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഡിഫറെൻ്റ് ആണ്, ആൾക്കാരുടെ തോട്ട് പ്രോസസ്സ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതനുസരിച്ച് വേണ്ടേ? അതായത് ലോകത്തിനനുസരിച്ചിട്ടുള്ള ആൾക്കാർ വരണ്ടേ ധർമ്മം നിലനിർത്താൻ, ആ ഒരു സദുദ്ദേശം കൊണ്ടിട്ട്. അപ്പോൾ അതനുസരിച്ച് പെരുമാറാൻ വേണം. അപ്പോൾ അത് ചെയ്ത് ശരിയല്ല, അത് ചെയ്ത് തെറ്റാണെന്നൊക്കെ പറയണമെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ ആ പുരാണങ്ങൾ മുഴുവൻ വായിച്ചു നോക്കി ഒരു നല്ലൊരു അപഗ്രഹം വേണം നമുക്ക്. യു ഷുഡ് റീഡ് ടോപ്പ് ടു ബോട്ടം ആൻഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്, കണക്ട് ഈച്ച് സ്റ്റോറി. ഒന്നിനോടൊന്ന് കണക്ട് ചെയ്യണം. വ്യാസ ഹാസ് ഡൺ ഫുൾ ജസ്റ്റിസ്. ശ്രീരാമൻ അങ്ങനെ ബാല്യെ ഒളിയമ്പ ചെയ്ത് കൊന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കർമ്മഫലം ശ്രീരാമൻ അനുഭവിച്ചിട്ടുണ്ട്, വിഷ്ണു അനുഭവിച്ചിട്ടുണ്ട്. കൃഷ്ണൻ അങ്ങനെ ഒളിയമ്പ് ചെയ്തിട്ടാണ് കിട്ടിയ അടുത്ത ജന്മത്തിൽ. അദ്ദേഹത്തിൻ്റെ മരണം അങ്ങനെ, സമാധി അങ്ങനെ ഉണ്ടായി, സ്വർഗാരോഹണം അങ്ങനെ ഉണ്ടായിരിക്കണം, അല്ലേ? ഭഗവാനായാലും കർമ്മഫലം പിന്തുടരുന്ന അർത്ഥം, അല്ലേ? വാമനൻ മഹാബലിയുടെ യാഗശാലയിലേക്ക് ആ കോമള രൂപനായിട്ട് ഓളക്കോടൊക്കെ പിടിച്ചങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ എല്ലാവരും ബഹുമാനത്തോടു കൂടി നോക്കി. മഹാബലിയുടെ മകള്, പേര് ഞാൻ ഓർക്കുന്നില്ല, മഹാബലിയുടെ മകള് ഈ വാമനെ കണ്ടപ്പോൾ എന്തൊരു ഓമനത്തുള്ള കുട്ടിയാണ് അവൻ, ഇവനെ ചെറുപ്പത്തിലെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ മുല കൊടുത്ത് ഇവനെ കൂട്ടിയായിരുന്നു എന്നൊരു ചിന്ത മനസ്സിൽ കയറി വന്നപ്പോൾ ഭഗവാൻ ഉടനെ പറഞ്ഞു തഥാസ്തു എന്ന്. ഒരാഗ്രഹം പ്രകടിപ്പിച്ചതല്ലേ, ഒരു ഭക്തൻ്റെ മകളുടെ ആഗ്രഹമല്ലേ, പരമഭക്തനല്ലേ ബലി വാമനൻ്റെ, അങ്ങനെ ഒരു ഭക്തൻ്റെ മകളുടെ ഒരു ആഗ്രഹമല്ലേ, തഥാസ്തു, ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടി വളർന്ന് വലുതായി വന്നിട്ട് അച്ഛൻ്റെ തലയിൽ കാല് വെച്ച് ചവിട്ടി താഴ്ത്തി എന്നൊക്കെയാണല്ലോ കഥ. അപ്പം അത്രയും വലിയൊരു ഘോര രൂപം കണ്ടപ്പോൾ ഈ മകൾ പിന്നെയും പറഞ്ഞു, അഭിപ്രായം മാറ്റി, ഇങ്ങനൊരു കുട്ടി എനിക്കുണ്ടായാൽ ഞാൻ എന്നെ വിഷം കൊടുത്ത് കൊല്ലുമെന്ന് പറഞ്ഞു. തഥാസ്തു എന്ന് പറഞ്ഞു ഭഗവാൻ. അപ്പോൾ കോൺട്രറി വരെയാണ് കൊടുത്തത്. ഒരു കുട്ടിയായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ മുല കൊടുത്ത് കൂട്ടും, അതേ സമയത്ത് അതിനെ വിഷം കൊടുത്ത് കൊല്ലും ചെയ്യും. എന്താ ചെയ്യുക? അതിനൊരു വഴി ഉണ്ടാക്കി കൊടുത്തു. രണ്ട് അവതാരം കഴിഞ്ഞ് കൃഷ്ണാവതാരത്തിൽ
ഞാൻ അന്ന് പറഞ്ഞിട്ടില്ലേ തഥാസ്തു എന്ന്? ഇപ്പോൾ ഒപ്പിച്ചു ഞാൻ. പൂതന ജന്മം എടുത്തത് ഈ മഹാബലിയുടെ മകളാണ്. കുട്ടിക്ക് പാല് കൊടുക്കലുമായി, വിഷം കൊടുക്കലുമായി. അല്ലേ? എന്തൊരു ഔചിത്യം നോക്കൂ. അത് വ്യാസൻ എഴുതിയതോ വേറെ ആരോ എഴുതിയതായിക്കോട്ടെ. ലുക്ക് അറ്റ് ദ വിഷൻ. ഇതൊന്നും നമുക്ക് അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. ആർ വി ബ്ലൈൻഡ് ടു ദിസ്? പിന്നെ എന്താ നമ്മൾ ആസ്വദിക്കുക? അപ്പോൾ ബ്ലൈൻഡായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാതെ ക്രിട്ടിക്കലായിട്ട് കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കുക. അപ്പോൾ അദ്ദേഹം എപ്പോഴും സാധുവായിട്ടുള്ള വഴിക്ക് അദ്ദേഹം പ്രവർത്തിക്കുള്ളൂ. ധാർമ്മിക വിട്ടിട്ടൊന്നും ചെയ്യില്ല. കാണുമ്പോൾ നമുക്ക് തോന്നും ധർമ്മമാണോ ധർമ്മം അല്ലേന്ന്, കാഴ്ചയിൽ. ഞാൻ ചോദിക്കട്ടെ, ഒരു വീട് കത്തിക്കൊണ്ടിരിക്കുന്നു. ആ വീട് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ എല്ലാവരും പുറത്ത് കിടന്ന് രക്ഷപ്പെട്ടു. എൻ്റെ അമ്മ മാത്രം അകത്ത് പെട്ടു. പ്രായമായിട്ടുള്ള അമ്മയാണ്. മകൻ നേരെ അകത്തേക്ക് ചാടി. അമ്മ വെന്ത് മരിക്കാൻ പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവന് സഹിച്ചില്ല, നേരെ അങ്ങോട്ട് ചാടി. എടുക്കാനൊന്നും പറ്റില്ല. അവൻ എന്ത് ചെയ്തു അറിയോ? നേരെ പുറത്തേക്ക് ഒരു ചവിട്ട കൊടുത്തു അമ്മ. അമ്മ ടക്കെന്ന് പുറത്തേക്ക് കിടന്ന് രക്ഷപ്പെട്ടു. ഇതൊരു പുരാണത്തിൽ പറഞ്ഞാൽ അത് ശരിയോ തെറ്റോ മകൻ ചെയ്തത്? എന്തെന്നെയായാലും അമ്മയല്ലേ, ചവിട്ടാൻ പാടുമോ? എന്തോ ആയിക്കോട്ടെ, അമ്മ ചവിട്ടേ. എന്ത് കുരുത്തം കൊള്ളി അവൻ? ചോദിച്ചൂടെ? പറയൂ. പക്ഷെ എന്തിനാ ചവിട്ടിയെ? അമ്മയെ രക്ഷിക്കാനാ ചവിട്ടിയത്. അപ്പോൾ ആ കർമ്മത്തിൻ്റെ പിന്നിലുള്ള ധർമ്മം, ആറ്റിറ്റ്യൂഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഒരു മത്സ്യം കിടന്ന് പുറത്ത് പേടണു, കടലിൻ്റെ പുറത്ത് നിന്നിട്ട്, അല്ലെങ്കിൽ പുഴയുടെ പുറത്ത് മണലിൽ കിടന്നിട്ട് ഇങ്ങനെ കിടന്ന് പിമ്പിരി ഉള്ളത്. ഈസ് ഔട്ട് ഓഫ് വാട്ടർ. അതേപോലെ എടുത്ത് ഞാൻ ഒരു ചവിട്ടി വെള്ളത്തിലേക്ക് അങ്ങോട്ട് ചവിട്ടിയിട്ടു. പക്ഷേ ഇത് ശരിയാണോ? നമ്മളെക്കാൾ താഴ്ന്നൊരു ജീവൻ നമ്മൾ ചവിട്ടാൻ പാടുമോ? അവിടെ അതേ രക്ഷയുള്ളൂ. അതാണ് അതിൻ്റെ ധർമ്മം. പിന്നെ ഇതൊന്നും നമ്മൾ ആലോചിക്കേണ്ട. വെറുതെ കൃഷ്ണൻ അങ്ങനെ ചെയ്തു, കൃഷ്ണൻ അങ്ങനെ ചെയ്തു, അത് ശരിയാണോ ഇത് ശരിയാണോ? എന്തിനാ ഈ പാശ്ചാത്യരുടെ പിന്നാലെ പോയിട്ട് കുഞ്ചിഞ്ചി കൊട്ടി 1947 കഴിഞ്ഞിട്ടും പിന്നെ നമ്മളതിന് പോണ്? ഓക്കെ, 47 വരെ നമ്മൾ അവരുടെ കൂടെ നിന്നില്ലെങ്കിൽ നമ്മളുടെ തല പോവും, സമ്മതിച്ചു. ഇപ്പോഴോ കഷ്ടം തന്നെയല്ലേ നമ്മൾ ചെയ്യണത്? അപ്പോൾ ഒന്നിലൊരു വീണ്ടാലോചന ഉണ്ടാവുക. നിങ്ങൾക്ക് ഉണ്ടാവണമെന്നല്ല പറഞ്ഞത്, ഇല്ലാത്തവർക്ക് വേണ്ട പോലെ സാധുക്കളാവുക. നിങ്ങൾ ലീഡ് ചെയ്യുക. ഇത് കേൾക്കുന്ന ശ്രോതാക്കൾ ലീഡ് ചെയ്യുക. അല്ലാണ്ട് നിങ്ങളങ്ങനത്തെവരാന്നല്ല ഞാൻ പറഞ്ഞത്, തെറ്റിദ്ധരിക്കരുത് പ്ലീസ്. നിങ്ങളുടെ കടമ ലീഡ് ചെയ്യലാണ്. നിങ്ങൾ തെറ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് അതിനുള്ള പക്വതയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ആ പക്വത വന്നവരെ പക്വത പെട്ടിയിൽ വെച്ച് പൂട്ടിരിക്കരുത്. അത് പക്വത വരാത്തവർക്ക് കൊടുക്കണം, പങ്കുവെക്കണം, മിണ്ടാണ്ടിരിക്കരുത്. Silence of the intelligent people is a greater violence than the violence of an idiot. അപ്പോൾ നമ്മൾ കണ്ട് മിണ്ടാണ്ടിരിക്കരുത്. അതിന് നമ്മൾ തിരിച്ച് മറുപടി കൊടുക്കണം, അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ കാര്യങ്ങളെല്ലാം സമചിത്തതോടുകൂടി നിർവഹിക്കുന്നവനായതുകൊണ്ട് സാധു. അഗ്നിക്ക് എങ്ങനെയാണോ ചൂട്, ജലത്തിന് എങ്ങനെയാണോ ശീതം, അങ്ങനെ സഹജമായിരിക്കുന്നുവോ? ഇത് രണ്ടും സഹജമായിരിക്കുന്നു അല്ലേ? അഗ്നിയുടെ ചൂട് സഹജമല്ലേ? വെള്ളത്തിൻ്റെ എന്താ പറയുക, ശീതം സഹജമല്ലേ? അങ്ങനെ സഹജമായ, അതുപോലെ സമചിത്തത, സ്ഥിതപ്രജ്ഞത, ഇതൊക്കെ ഭഗവാന്റെ സഹജമായ ഗുണങ്ങളാണ്. ഭഗവാൻ ഏത് അവതാരം എടുത്താലും ഇത് കൈവിടില്ല.
ചിലപ്പോൾ ഘോരമായ അവതാരങ്ങൾ എടുക്കേണ്ടി വരും. പക്ഷെ ഒന്നും തന്നെ സ്ഥിരചിത്തത കൈവിടില്ല, സമചിത്തത കൈവിടില്ല. ശിക്ഷിക്കേണ്ടവനെ ശിക്ഷിക്കും, രക്ഷിക്കേണ്ടവനെ രക്ഷിക്കും, ഒരു സംശയമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ആ നാമം അവിടെ അങ്ങനെ നിൽക്കട്ടെ. നമ്മൾ പറഞ്ഞത് സാധു. ലളിതാ സഹസ്രനാമത്തിൽ ഇത് പറയണ്ട കേട്ടോ. ഇവിടെ മാത്രമല്ല, ഭഗവാൻ മാത്രമല്ല സാധു, ഫെമിനൈൻ ജെൻഡറും പറയുന്നുണ്ട്. സമ്പ്രദായേശ്വരി സാധ്വി ഗുരുമണ്ഡല രൂപിണി. സമ്പ്രദായേശ്വരി സാധ്വി. സാധു എന്നുള്ളതിൻ്റെ ഫെമിനൈൻ ജെൻഡറാണ് സാധ്വി. തൃപ്തിയായില്ലേ? അപ്പോൾ അമ്മയും തന്നെയാണ്, ലളിതാദേവിയും തന്നെയാണ് ഗുണം, നമ്മുടെ ഗുണം അങ്ങനെ. അപ്പോൾ ശാക്തേയപരമായിട്ടായാലും തന്നെയാണ് ഗുണം. സമ്പ്രദായേശ്വരി സാധ്വി ഗുരുമണ്ഡല രൂപിണി. ഓക്കെ, അടുത്ത നാമം 244 ജന്നു. ജന്നു എന്നുള്ള വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഉപേക്ഷിക്കുന്നവൻ, എത്തിക്കുന്നവൻ, ലയിപ്പിക്കുന്നവൻ, മറച്ചു വയ്ക്കുന്നവൻ, ഇങ്ങനെയുള്ള പല അർത്ഥങ്ങളും ജന്നു എന്നുള്ള വാക്കിനുണ്ട്. ജന്നുർ, നാരായണോ നര എന്നുള്ള ജന്നു എന്നുള്ള വാക്കിന്. ശാസ്ത്രങ്ങൾ, വേദങ്ങൾ, ആഗമങ്ങൾ എന്നിവയൊക്കെ അല്ലേ ഭഗവാന്റെ ആജ്ഞ പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥങ്ങൾ. ഭഗവാന്റെ ആജ്ഞ ഏതിലൂടെയൊക്കെയാണ് ഭഗവാൻ പ്രവർത്തിപ്പിക്കുന്നത്? ശാസ്ത്രങ്ങളിലൂടെ, വേദങ്ങളിലൂടെ, ആഗമങ്ങളിലൂടെ അല്ലേ? അതനുസരിക്കാത്ത ആസുര ശക്തികളെ ശിക്ഷിച്ച് പക്വത വരുത്തി നേർവഴിക്ക് നടത്തുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ അവരോട് ശത്രുത കാണിക്കണു, അവരെ ഉപേക്ഷിക്കുന്നു. എന്തിനാ? നേരെയാവാൻ. വീട്ടിൽ ചെയ്യാറില്ലേ? കുട്ടികളെന്തെങ്കിലും തെറ്റ് ചെയ്താൽ 2 ദിവസം അച്ഛൻ മിണ്ടില്ല, അല്ലെങ്കിൽ അമ്മ മിണ്ടാണ്ടിരിക്കും. ഒരു ദിവസം കുട്ടിയൊന്നും പറയില്ല, 2ാമത്തെ ദിവസം എന്താ അച്ഛൻ മിണ്ടാണ്ടിരിക്കണം, അപ്പോഴും മിണ്ടില്ല അല്ലേ? കുട്ടിയോട് ദേഷ്യം കൊണ്ടാണോ അച്ഛൻ അങ്ങനെ ചെയ്യണത്? അല്ല, അവൻ നേരെയാവട്ടെ, എൻ്റെ അതൃപ്തി അവൻ അറിയട്ടെ. അപ്പോൾ ഉപേക്ഷിക്കും. അവന്മാർ വന്നാൽ ഉപേക്ഷിക്കും. റിസപ്ഷനൊന്നും അത്ര സുഖം ഉണ്ടാവില്ല രാക്ഷസന്മാരുടെ അടുത്തേ. രാക്ഷസ സ്വഭാവമുള്ളവരോട് ഭഗവാന് ഉപേക്ഷ കാണിക്കും. എല്ലാ അപേക്ഷയും അദ്ദേഹം ഉപേക്ഷിക്കില്ല, പക്ഷെ ഇങ്ങനത്തെ അപേക്ഷകളൊക്കെ അദ്ദേഹം ഉപേക്ഷിക്കും. എത്തിക്കുന്നവൻ, പരന്ധാമാവിലേക്ക് എത്തിക്കുന്നവൻ, ആ ഗോളിലേക്ക് ഭഗവാൻ എത്തിക്കും. അത് ആദ്യം ഉപേക്ഷിച്ചാലും പിന്നെ കൈ പിടിച്ചങ്ങോട്ട് എത്തിക്കും. വായോ, ഇനി ഇങ്ങോട്ട് വാ, മതിയായി, ഇപ്പം മതിയായില്ലേ, പറഞ്ഞാൽ കേട്ടാൽ പോരെ, ആദ്യം വല്ല പ്രശ്നമുണ്ടോ, പിന്നെ നിൽക്കണോ, ഇത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു, പിന്നെ അതെന്നാ ചെയ്തുകൊണ്ടിരിക്കുക, ഇപ്പം മതിയായില്ലേ, ഇനി ഇങ്ങോട്ട് പോരെ, ഇതിനൊന്നും പോരുത് കേട്ടോ. നമ്മൾ പിടിച്ചുകൊണ്ട് പോയില്ലേ കുട്ടികളെ വീട്ടിലേക്ക്? അതുപോലെ ആ ഗമ്യസ്ഥാനത്തിലേക്ക് ഭഗവാൻ എത്തിക്കും. ലയിപ്പിക്കുന്നവൻ, അതിലങ്ങോട്ട് ലയിപ്പിക്കും. പിന്നെ യദ്ഗത്വാ ന നിവർത്തന്ത യദ്ധാമ പരമമ്മ, പിന്നെ വിടില്ല. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ പടി പുറത്തു പോവില്ല അവൻ. വേറൊരർത്ഥം മറയ്ക്കുന്നവൻ. എപ്പോഴും നമ്മളെ എന്താ പറയുക, കീപ്പേഴ്സ് ഇൻ ടെൻഡർ ഹുക്സ്. പെട്ടെന്ന് പിടി തരില്ല, വ്യാള വഴുതി പോവും, പിടികിട്ടില്ല. പിടികിട്ടി തോന്നും, പിടികിട്ടില്ല. കാരണം നമ്മളുടെ സ്വാഭാവികമായിട്ടുള്ള മനസ്സിനും ബുദ്ധിക്കും ഇന്ദ്രിയങ്ങൾക്കൊന്നും ഒക്കെ അതീതനാണ്, അഗ്രാഹ്യനാണ്, ഗ്രഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചില കാര്യങ്ങൾ അദ്ദേഹം മറച്ചു വയ്ക്കും, നമ്മളിൽ നിന്ന് മൂടി വയ്ക്കും. എന്തുകൊണ്ട്? അതും അദ്ദേഹത്തിൻ്റെ മായ കൊണ്ട് തന്നെ. മായാകൽപ്പിത ദേശകാലകലനാത് വൈചിത്രചിത്രീകൃതം. ഒരു മായ, ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് തോന്നിക്കുക, ഒരു മാജിക്ക്, ഒരു മാജിക് ഷോ. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഉപേക്ഷിക്കുന്നവനെന്നും എത്തിക്കുന്നവനെന്നും ലയിപ്പിക്കുന്നവനെന്നും മറയ്ക്കുന്നവനെന്നും ധാരാളം നാമങ്ങൾ, അർത്ഥങ്ങളുള്ള നാമമാണ് ജന്നു എന്നുള്ളത്. അപ്പം അതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇത് ഓരോ നാമങ്ങളും ഞാൻ വിപുലമായിട്ട് അങ്ങോട്ട് വർണ്ണിക്കാൻ തുടങ്ങിയാൽ നമുക്ക് കഥ തീരില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരിക്കൽ വർണ്ണിച്ചതാണ്, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചതാണ്. അപ്പോൾ അതൊക്കെ കണക്ട് ചെയ്യണം നമ്മൾ.
ഞാൻ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാലോ, അങ്ങോട്ട് എത്തിക്കുക എന്ന് പറഞ്ഞാലോ, ലയിപ്പിക്കുക എന്ന് പറഞ്ഞാലോ, മറച്ചു പിടിക്കുക എന്നൊക്കെ പറഞ്ഞാലോ, അതൊക്കെ നമ്മൾ ഇതിന് മുമ്പുള്ള നാമങ്ങളിൽ കവർ ചെയ്തതാണ്. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പഴയ ടോക്സ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് നോക്കുക, നോട്ട്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ എടുത്ത് നോക്കുക. ഇനി രണ്ടും ഇല്ലയെന്ന് വിചാരിക്കുക, സഹസ്രനാമം ടെക്സ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക. ഓ ഇവിടെ കിടക്കുന്നുണ്ടല്ലേ, ഓക്കെ, അപ്പോൾ ലിങ്ക് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ വേദാന്ത പഠനം നടത്തുക. അതാണ് അതിൻ്റെ ബെസ്റ്റ് മെത്തേഡ്. അത് മനസ്സിലിരിക്കട്ടെ കേട്ടോ. അപ്പോൾ ജന്നു കഴിഞ്ഞു. അടുത്ത 245 നാമം നാരായണ. ഈ വാക്കിന് വളരെ അധിക അർത്ഥമുള്ളൊരു വാക്കാണ്. ഇത് പറഞ്ഞ് ഒടുക്കാൻ പറ്റില്ല. നാരായണന് പോലും നാരായണൻ്റെ അർത്ഥം പറഞ്ഞു തരാൻ പറ്റില്ല. 2000 നാക്കു കഴുത്തിലുള്ള തണ്ടാർദളാക്ഷൻ്റെ കിടക്ക കൂടി. ആരാ 2000 നാക്ക് കഴുത്തിലുള്ള എന്താ? തണ്ടാർദലാക്ഷൻ്റെ കിടക്ക കൂടി. തണ്ടാർദലാക്ഷൻ താമര പോലെ കണ്ണുള്ളവളുടെ ദലാക്ഷൻ, കണ്ണുള്ളവൻ. തണ്ടാർദലാക്ഷൻ, താമരയുടെ ഇതൾ പോലെയുള്ള കണ്ണുള്ളവൻ, താമരക്കണ്ണൻ. ആരാ? നമ്മുടെ ഗുരുവായൂരപ്പൻ. എന്താ സംശയം? അങ്ങോട്ട് കിടക്ക ഏതാ? അനന്തശയനം. എത്ര നാവാ അനന്തശയനത്തിന്? എത്ര തലയാ? 1000 തല. അപ്പം എത്ര നാവാ? 1000 നാവ്. അല്ല, കഴിച്ചു. പാമ്പിന് നാവ് 2. അപ്പം അതുകൊണ്ടാണ് കവി പറഞ്ഞത് 2000 നാക്കു കഴുത്തിലുള്ള തണ്ടാർദലാക്ഷൻ്റെ കിടക്ക കൂടി. അതിന് പോലും ഈ നാരായണൻ എന്നുള്ള നാമത്തിൻ്റെ അർത്ഥം പറഞ്ഞു തരാൻ പറ്റില്ല. എന്നിട്ട് വേണ്ട പിന്നെ നമ്മളെ പോലെയുള്ളവർക്ക്. പറഞ്ഞു തരാൻ പറ്റില്ല, എത്ര പറഞ്ഞാലും തീരില്ല അത്. അപ്പോൾ കുറച്ചൊക്കെ അവിടെയും ഇവിടെയും തൊട്ടും തൊള്ളാണ്ടെയും പറഞ്ഞു പോവുക. അല്ലാണ്ട് കംപ്ലീറ്റ് വ്യാപ്തിയോട് കൂടിയിട്ട് അത് അനുഭവിച്ചറിയേണ്ട ഒരു പദമാണ്. ബുദ്ധിപരമായിട്ട് മനസ്സിലാക്കേണ്ട പദമല്ല, ഹൃദയം കൊണ്ട് അനുഭവിക്കേണ്ട പദമാണ് ഈ നാരായണൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ല? ഇൻ്റലക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഈസ് നോട്ട് ഇനഫ്. ഹാർട്ട്ഫുൾ അപ്രീസിയേഷൻ ഇസ് നീഡ്. എക്സ്പീരിയൻസ്, അപ്രീസിയേഷൻ അല്ല, എക്സ്പീരിയൻസ്. ഈ നാമത്തിനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ട. ഈ നാമത്തിൽ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണം. കീപ്പ് ഓൺ മെഡിറ്റേറ്റിംഗ് ഓൺ ദിസ് നെയിം. മെഡിറ്റേറ്റിംഗ് നാരായണ. അതുകൊണ്ടാണ് അത് അഷ്ടാക്ഷര മന്ത്രമായിട്ട് മാറിയത്. ഓം നമോ നാരായണ. അത്ര പവർഫുള്ളാണത്. മനസ്സിലായില്ലേ? വളരെയധികം അർത്ഥമുണ്ട്. നര എന്ന പദത്തിനാണ് കൂടുതൽ അർത്ഥം. നാര എന്നുള്ള പദത്തിനൊക്കെ നാര, നരനെ സംബന്ധിക്കുന്നത് എന്നൊരർത്ഥമുണ്ട്. ദാറ്റ് വിച്ച് റിലേറ്റ്സ് ടു ഹ്യൂമൻ ബീങ്സ്. നോക്കൂ, അതിനൊക്കെ കണക്റ്റഡ് അല്ലേ? അയനം എന്ന് വെച്ചെങ്കിൽ ദി റൂട്ട്, ദ കോഴ്സ്, അല്ലെങ്കിൽ ദി ഡെസ്റ്റിനേഷൻ. രാമായണം എന്നൊക്കെ പറയുന്നത് അതുപോലെ നാരായണം. അപ്പോൾ ഓരോ അർത്ഥത്തിൻ്റെയും അയനം കൂടി കൂട്ടിച്ചേർത്ത് നോക്കൂ, അർത്ഥം കിട്ടില്ലെന്ന്. നരനെ സംബന്ധിക്കുന്നത് നാര, ദാറ്റ് വിച്ച് റിലേറ്റ്സ് ടു ഹ്യൂമൻ ബീങ്സ്. നര. വെള്ളം എന്നുള്ള അർത്ഥമുണ്ട്, ജ്ഞാനം എന്നുള്ള അർത്ഥമുണ്ട്, ശരീരം എന്നുള്ള അർത്ഥമുണ്ട്, ആത്മാവ് എന്നുള്ള അർത്ഥമുണ്ട്. ഇതിൻ്റെ ഒക്കെ വഴിയാണെന്ന് അർത്ഥം. ഇതൊക്കെ അയനമാണ്. ജലം ഭഗവാന്റെ അയനല്ലേ, ഭഗവാന്റെ വാസമല്ലേ ജലം, അല്ലേ? ജലം പരമാത്മാവിൻ്റെ സന്തതിയല്ലേ. പരമാത്മാവിൽ നിന്നാണല്ലോ ഈ 5 ഭൂതങ്ങളും വന്നത്. പഞ്ചഭൂതങ്ങളെല്ലാം വന്നതല്ലേ. അപ്പോൾ പൂർവ്വകാലത്ത് ജലമായിരുന്നു ഭഗവാന്റെ വാസസ്ഥലം. പാലാഴിയൊക്കെ പിന്നെ വന്നതാ. നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ കൃഷ്ണൻ്റെ വാസസ്ഥലം എവിടെയായിരുന്നു സൃഷ്ടിക്ക് മുമ്പ്? ആ ശ്ലോകം ഓർമ്മയുണ്ടോ? അദ്ദേഹത്തിൻ്റെ അയനമായിരുന്നു. അയനം മീൻസ് ഹോം, വീട്.
അതുകൊണ്ടാണ് നാരായണൻ എന്നുള്ള പേര് വന്നത്. വെള്ളത്തിൽ വെള്ളം അയനമായതുകൊണ്ട് നാരായണൻ. നാരായണാം അയനം യസ്മാത് തസ്മാത് നാരായണ സ്മൃതി. വെള്ളത്തിൽ വസിക്കുക കാരണം, വെള്ളത്തിൽ താമസിക്കുന്ന കാരണം നാരായണൻ എന്നുള്ള പേര് വന്നു. അങ്ങനെ വെള്ളത്തിൽ താമസിക്കുന്ന ഓർമ്മയുണ്ടോ? കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ആരെ നമ്മൾ വിചാരിക്കണം? കരാരവിന്ദേന പദാരവിന്ദം. ആലില കൃഷ്ണൻ കേട്ടിട്ടില്ലേ? ഇതൊരു മനോഹരമായ ചിത്രം. അത് പ്രളയത്തിൽ ഇങ്ങനെ വെള്ളത്തിൽ ഒരാലിൻ്റെ ഇലയിൽ ഇങ്ങനെ കിടക്കുക. ഏത് രീതിയിൽ? കരാരവിന്ദേന പദാരവിന്ദം. കരങ്ങളായിരിക്കുന്ന താമരയെ കൊണ്ട് കാലുകളായിരിക്കുന്ന താമര പിടിക്കുക. ആ താമര പിടിച്ചിട്ട് വേറൊരു താമരയിൽ കൊണ്ട് മുട്ടിക്കണം. മുഖാരവിന്ദേന വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം. വടസ്യ പത്രം, വടവൃക്ഷത്തിൻ്റെ പത്രം, ആലിലാന്ന് കൂട്ടിക്കോളൂ. ആലിലയിൽ പുടേശയാന, സുഖമായിട്ട് ഇങ്ങനെ കിടക്കുക മൂപ്പര്. ബാലം മുകുന്ദം മനസാ സ്മരാമി. മുകുന്ദമാലയിലാന്നാണ് എൻ്റെ ഓർമ്മ. ഈ ആദ്യത്തെ ശ്ലോകം, വന്ദന ശ്ലോകം. അതായത് നല്ലൊരു ശ്ലോകമാണ്. എല്ലാവരുടെ ചുണ്ടിലും വരുന്നൊരു നാമാണത്. അതുകൊണ്ടാണ് ജലത്തിൽ വസിക്കുന്നതുകൊണ്ടാണ് നാരായണൻ എന്നുള്ള പേര് വരാൻ കാരണം. ലളിതാ സഹസ്രനാമത്തിൽ ദേവിക്ക് ഈ പേരുണ്ട്, ഫെമിനൈൻ ജെൻഡറിൽ. നാരായണീ നാദരൂപ നാമരൂപ വിവർജിത. നാരായണൻ ഫെമിനൈൻ ജെൻഡർ, നാരായണി. പത്മനാഭ സഹോദരി എന്നല്ലേ പറഞ്ഞിരിക്കണം. അപ്പോൾ നാരായണീ നാദരൂപ നാമരൂപ വിവർജിത. അപ്പോൾ അവിടെയും ഉണ്ടത്. മനസ്സിലായില്ലേ? ഇനി ഒരു നാമം കൂടി എടുക്കാൻ നമുക്ക്. 246 നര. നര എന്ന് വെച്ചാൽ നയിക്കുന്നവൻ എന്നർത്ഥം. ഒരർത്ഥം നര എന്ന് വെച്ചാൽ നയിക്കുന്നവൻ. സ്വാഭാവികമായിട്ടും നയിക്കുന്നവൻ ആരാ? സർവ്വജീവജാലങ്ങളെയും നയിക്കുന്നവൻ മഹാവിഷ്ണു തന്നെ. എല്ലാ ജീവജാലങ്ങളുടെയും പ്രവൃത്തിയും നിവൃത്തിയും. അത് മറന്നോ? ആ ഇഡിയം മറന്നോ? പ്രവൃത്തി ആൻഡ് നിവൃത്തി. 2 ലൈഫ് പ്രിൻസിപ്പിൾസാണ്. ഒന്ന് പ്രവൃത്തി, ഒന്ന് നിവൃത്തി. ചമ്മട്ടിയും കടിഞ്ഞാണും മറക്കരുതത് പ്ലീസ്. അപ്പം എല്ലാ ജീവജാലങ്ങളുടെ പ്രവൃത്തിയും നിവൃത്തിയും നിയന്ത്രിക്കുന്നതാരാ? നയിക്കുന്നതാരാ? ഭഗവാൻ. നയതീതി നര പ്രോക്ത പരമാത്മാ സനാതന. നയതീതി നര, നരനെ നയിക്കുന്നവൻ. ആ പേര് കിട്ടിയത് കൊണ്ട് പ്രോക്ത. അതുകൊണ്ട് പ്രോക്ത പരമാത്മാ സനാതന. അപ്പം ജീവാത്മാവിനെ സത്പ്രവൃത്തിയിലൂടെ നയിച്ച് ഗമ്യസ്ഥാനത്ത് എത്തിക്കുന്നു. രാക്ഷസീയ സ്വഭാവമുള്ളവരെ ഒന്നിട്ട് കറക്കിയിട്ട് മര്യാദയ്ക്ക് ക്വാളിഫിക്കേഷനൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ക്വാളിഫൈ ചെയ്തിട്ട് അവരെയും ഈ വഴിക്ക് കൊണ്ടുപോകുന്നു. അൾട്ടിമേറ്റ്ലി അവരും അവിടെ എത്തും, ഇന്നല്ലെങ്കിൽ നാളെ. മരണം ഇന്ന് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ സുനിശ്ചിതമാണെങ്കിൽ മോക്ഷവും സുനിശ്ചിത, ഇന്ന് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ. കാരണം മോക്ഷം കിട്ടിയാലേ ഇവിടെ കളി കഴിയുള്ളൂ, ബോർഡ് മടക്കാൻ പറ്റുള്ളൂ ഭഗവാന്. ഇത് തുറന്നു വെച്ച് കഴിഞ്ഞു സ്നേക്ക് ആൻഡ് ലാഡർ. ഈ കോണി കയറി പോക്കും പാമ്പ് കടിച്ച് കീഴ്പ്പെട്ടുള്ള വരവും കട്ടറിലുള്ള വീഴ്ചയും ഊഞ്ഞാലിൻ്റെ മുകളിലുള്ള യാത്രയും ഇതൊക്കെ എല്ലാവരുടെയും ആട്ടം കഴിഞ്ഞിട്ട്, ആട്ടം കഴിഞ്ഞിട്ടമ്മതൻ മടിത്തട്ടിയിലേക്കെന്നു വീഴിഞ്ഞാൻ. അവസാനത്തെ കസ്റ്റമറും കൂടിയും നമ്മുടെ മടിയിലേക്ക് വീണാൽ മാത്രമേ ഭഗവാൻ ഈ ബോർഡ് മടക്കുള്ളൂ. അപ്പോൾ ഇനി ഓക്കെ പിന്നെ കാണാട്ടോ എന്നിട്ട് മടക്കുള്ളൂ. അതുവരെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പുനരഭി മരണം, പുനരഭിജനനം, പുനരഭിജനനീ ജഠരേ ശയനം, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ രാക്ഷസീയ സ്വഭാവമുള്ളവരെ ആദ്യമൊക്കെ കുറച്ചിട്ട് ചീഞ്ചട്ടിയിൽ വറുത്താലും പിന്നീട്
അവരുടെ രാക്ഷസ സ്വഭാവത്തിന് പരിണാമം വന്നിട്ട് സൽസ്വഭാവികളായാൽ അവരെയും ആട്ടി തൊളിച്ച് ലയിച്ചിട്ട് എങ്ങോട്ട് കൊണ്ടുപോകുന്നു? അങ്ങോട്ട് വൈകുണ്ഠത്തിലേക്ക്. വൈകുണ്ഠം, കുണ്ഠിതമില്ലാത്ത സ്ഥലം, എ പ്ലേസ് ഓഫ് നോ ഗ്രീഫ്, അങ്ങോട്ട് കൊണ്ടുപോകും. ആ ലീഡിങ്, ആ നേതാവാണ് ഭഗവാൻ. അതാണ് നര എന്നുള്ള പേര് വരാൻ കാരണം. അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതംഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇരുട്ടിൽ നിന്ന് തന്നെ വെളിച്ചത്തിലേക്ക് നയിച്ചാലും, സത്തിൽ നിന്ന് തന്നെ അസത്തിൽ നിന്ന് തന്നെ സത്തിലേക്ക് നയിച്ചാലും, മരണത്തിൽ നിന്ന് തന്നെ മരണമില്ലായ്മയിലേക്ക് അമൃതത്തിലേക്ക് നയിച്ചാലും, ലീഡ് ഓ കൈൻഡ്ലി ലൈറ്റ്. അതാണ് മനുഷ്യന്മാരുടെ പ്രാർത്ഥന മുഴുവൻ. ഭഗവാൻ ചെയ്യുന്നത് കാര്യങ്ങളും അതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ടാണ് ഈ അവതാരം എടുത്തതും ഈ അവതാര ലീലകൾ ആടുന്നതും എല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് നമ്മളെ എതിർക്കാനോ നമ്മളെ കെണ്ടിച്ചാടിക്കാനോ കൊണ്ടിച്ചാടിക്കാനോ ഒന്നുമല്ല. അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. വേണ്ട സമയത്ത് വേണ്ട മരുന്ന് തന്ന് അസുഖം മാറ്റി നമ്മളെ ആസ്പത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് അദ്ദേഹം കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നത്. അതൊന്ന് മനസ്സിലാക്കുക. നാരായണോ നര. അപ്പോൾ ഇന്നത്തെ നമുക്ക് ഇവിടെ നിർത്താം. എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭവാനി കൃഷ്ണ, ഗുരുവായൂരപ്പ.